ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലരങ്ങനെയാണ്. എത്ര കൊന്നും കൊല്ലപ്പെട്ടും എത്ര ചോര കണ്ടും ഒരു തരത്തിലും അറപ്പ് തീരാത്ത ഒരു വിഭാഗം. മനുഷ്യനെ കൊന്നു ചോര കുടിച്ച് അവർക്ക് അവരുടെ മതം വളർത്തണം, മതരാജ്യമാക്കി ഈ ലോകത്തെ മുഴുവനും മാറ്റാനുള്ള ഉത്തരവാണ് അവർക്ക് ഈ ഗ്രന്ഥത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകനിലൂടെ അവതീർണമായ ഗ്രന്ഥത്തിൽ ഭൂമി മുഴുവനും അള്ളാഹുവിന്റെ കീഴിലായിരിക്കണം, അള്ളാഹുവിന്റെ ഭരണം സ്ഥാപിക്കണം, എന്നിട്ടേ നിങ്ങൾ വിശ്രമിക്കാവൂ മക്കളെ എന്ന് സർവലോകത്തെയും സംവിധാനിച്ച് സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹു പറയുവാണ്. അള്ളാഹുവിന് കഴിവില്ലേ? ഇങ്ങനെ മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് പരസ്പരം ഇങ്ങനെ കൊന്നും കൊലവിളിച്ചും കണ്ട് ആസ്വദിക്കേണ്ട കാര്യമുണ്ടോ പടച്ചോന്? അല്ലാതെ തന്നെ പടച്ചോൻ വിചാരിച്ചാൽ തന്നെ ഇതെല്ലാം അവസാനിപ്പിക്കാൻ പറ്റില്ലേ? ഇപ്പോഴിതാ ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വന്നിരിക്കുന്നു. അവര് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ചിലർ അങ്ങനെ അവർക്ക് കൊല്ലണം, ഉറുമ്പിനെ ഞെരിച്ചു കൊല്ലുന്നത് പോലെയും കൊതുകിനെ അടിച്ചു കൊല്ലുന്ന ലാഘവത്തോടെയും മനുഷ്യനെ കൊല്ലണം. ഇന്ദിരയെ കൊല്ലാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് അമിത്ഷായെ കൊല്ലാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് മോദിയെ കൊല്ലാൻ പറ്റാത്തത്? പക്ഷേ ഇന്ദിരാഗാന്ധിയെ കൊന്നതിന് ശേഷം നടന്ന സിഖുകാരുടെ കൂട്ടക്കൊലയെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയില്ലല്ലോ. ശരി, ഇന്ദിരയെ കൊല്ലാമെങ്കിൽ എന്തുകൊണ്ട് മോദിയെ ആയിക്കൂടാ? കേന്ദ്ര സർക്കാരിനെ പ്രകമ്പനം കൊള്ളിച്ച ഡൽഹിയിലെ കർഷക സമരത്തിനിടെ ഉയർന്നു കേട്ട മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന് പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിന്റെ ചുവരുകൾ തുളച്ചു കയറിയ ബുള്ളറ്റിനേക്കാൾ മൂർച്ചയുണ്ട്. അതെ, എന്നിട്ടും പഞ്ചാബികൾ കോൺഗ്രസുകാരാണ് എന്നതാണ് ആകെയുള്ള ഒരു വിളിപ്പേര്. ശേഷം ഇന്ത്യ വീണ്ടും കേട്ട ഖാലിസ്ഥാനികളുടെ കൊലവിളി. ഇന്ത്യ തകർക്കുക എന്നതിൽ കവിഞ്ഞൊരു ലക്ഷ്യമില്ലാത്ത കൂട്ടർ. ഇന്ദിരയുടെ ജീവൻ എടുത്തിട്ടും പ്രതികാര ദാഹം അടങ്ങിയിട്ടില്ല ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ ഇളമുറക്കാർക്ക്. സിഖ് വംശത്തിന്റെ ഉണങ്ങാത്ത മുറിവാണ് ഭിന്ദ്രൻവാലയും സുവർണക്ഷേത്ര ആക്രമണവും. അതിന് രാജ്യം കൊടുക്കേണ്ടി വന്ന വിലയാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവൻ. ഇന്ദിരയ്ക്ക് വന്ന ഗതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വരുമെന്ന ഭീഷണി ഇന്നിപ്പോൾ അമൃത്പാൽ സിംഗ് ഉയർത്തുമ്പോൾ ഖാലിസ്ഥാൻ വീണ്ടും തലപൊക്കിയിരിക്കുന്നുവെന്ന് വ്യക്തമാകുകയാണ്. ഇന്ദിര പത്തി നോക്കി അടിച്ചിട്ടും കാളകൂട വിഷം തുപ്പി വീണ്ടും ഖാലിസ്ഥാൻ ഗ്രൂപ്പ്. ഇവരുടെ വേരറുക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതവും. കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാർ. എല്ലാത്തിന്റെയും തുടക്കം പഞ്ചാബിന്റെ മണ്ണിൽ ഖാലിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ വേര് പിടിക്കുന്നതിൽ നിന്നാണ്. ഖലിസ്ഥാനികൾക്ക് അവർക്കു വേണ്ടി മാത്രമായിട്ടൊരു രാജ്യം വേണം, അവർക്കു വേണ്ടി മാത്രമായിട്ടൊരു നിയമം. അത് ശരീഅത്ത് നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. അങ്ങനെ അള്ളാഹുവിന്റെ നിയമപ്രകാരം അവർക്ക് കഴിയണം. ഇപ്പം ഇസ്ലാമിൽ തന്നെ മുസ്ലിങ്ങളിൽ തന്നെ എത്രയധികം മതസംഘടനകളുണ്ട്. എല്ലാവർക്കും ഓരോരോ വാദങ്ങളാണ്. ഒരാളുടെ അവകാശവാദമല്ല മറ്റൊരാൾക്കുള്ളത്. സുന്നികളെ അംഗീകരിക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല മുജാഹിദ്, ഇവരെ ആരെയും അംഗീകരിക്കുന്നില്ല അഹമ്മദിയാക്കൾ. ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ധാരാളം മതസംഘടനകളുണ്ട്. ഇവരെല്ലാവരും പരസ്പരം പോരാ പോരാ എന്ന് പറയുന്നവരാണ്. ഐസിസുകാരാണ് ശരിയായ വിശ്വാസികൾ എന്നാണ് പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആളുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അള്ളാഹുവിനെ നിഷേധിച്ചു, റസൂലിനെ അനുസരിച്ചില്ല, കട്ട് ചെയ്യുക കഴുത്ത്. അതിൽ കവിഞ്ഞ മറ്റൊന്നുമില്ല. ഇവിടെ മുസ്ലിങ്ങൾ മാത്രം മതി, അതോ ശരിയായ മുസ്ലിങ്ങൾ. ഐസിസുകാരെന്തിനാണ് സിറിയയെ ആക്രമിക്കുന്നത്? സിറിയയിൽ എന്തിനാണ് അവർ ബോംബ് പൊട്ടിക്കുന്നത്? സിറിയയിൽ നിന്ന് എന്തിനാണ് ആളുകളെ അവർ കടത്തിക്കൊണ്ടുപോകുന്നത്? സിറിയ പോരാ, ഇസ്ലാം അത്ര പോരാ. അഫ്ഗാനികൾ ഓക്കെ, അവർ ഓക്കെയാണ്. കാരണം അഫ്ഗാനിലെ മതനിയമം നമുക്കറിയാമല്ലോ, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെടുകയാണ്. വിഭജനവും അഭയാർത്ഥി പ്രവാഹവും കണ്ട ഏറെ ചോരപ്പുഴകൾ ഒഴുകിയ മണ്ണാണ് പഞ്ചാബ്. 1980കളോടെ ഉണ്ടായ സിഖ് വിഘടനവാദവും സുവർണക്ഷേത്രത്തിലെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറും പിന്നാലെ ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകവും സിഖ് വിരുദ്ധ കലാപവുമെല്ലാം ഇന്ത്യ ചരിത്രത്തിൽ ഏറെ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി മുള പൊട്ടിയ ഒരു വെറും ഒരു കളയായിരുന്നു, മുളയല്ല കളയായിരുന്നു ഭിന്ദ്രൻവാല. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലൂടെ അജിത് ഡോവൽ എന്ന നരസിംഹം ശൂന്യമാക്കി. അതുപോലെയാണ് ഇപ്പോൾ അടുത്തൊരാൾ വന്നിരിക്കുന്നു. ഭിന്ദ്രൻവാലയെ പോലെ തന്നെ വേഷം ധരിച്ച് അതുപോലെ തന്നെയുള്ള സംസ്കാരവുമായി അയാളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, അയാളുടെ ലക്ഷ്യം സാധൂകരിക്കുന്നതിനു വേണ്ടി
വിജയത്തിലെത്തിക്കുന്നതിന് വേണ്ടി അമൃതപാൽ ഒരുങ്ങിയിരിക്കുന്നു. അമൃതപാൽ ചോദിക്കുന്നത്, ഇന്ദിരാഗാന്ധിയെ നമുക്ക് വകവരുത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് അമിത്ഷായെ കൊല്ലാൻ കഴിയാത്തത്? അമിത്ഷായെ കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡോവൽ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിന്റെ വലിയ മൂത്താപ്പയായ ഭിന്ദ്രൻവാലയെ വകവരുത്തിയത് ഞാനാണ്, ഞാനും എന്റെ ടീമുമാണ്. അതുകൊണ്ട് അമൃതപാൽ ഒരുങ്ങിക്കോ, ഒരു 2020 മാച്ചിന് ഞാൻ തയ്യാറാണ് എന്ന് അമൃതപാൽ എന്ന് കേന്ദ്രം. അങ്ങനെ ഡോവൽ ടീം വീണ്ടും ഒന്നിക്കുകയാണ്. ഒരു അമൃതപാലിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണോ, അതോ ഖലിസ്ഥാനെ വേരോടെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണോ? വീഴ്ത്തിയ ഏടുകളാണ്. ഇതിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഖാലിസ്ഥാനികളുടെ ഒടുങ്ങാത്ത പകയുടെ ചിത്രം വ്യക്തമാകും. പഞ്ചാബിന്റെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ വിതച്ച് വെള്ളവും വളവും നൽകി വളർത്തുന്ന കുപ്രസിദ്ധ ഭീകരവാദി ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയെ പിടികൂടണം. എന്നാൽ അതത്ര എളുപ്പമല്ല. കാരണം ഭിന്ദ്രൻവാലയ്ക്ക് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറായി ഒരു കൂട്ടം ചാവേറുകൾ. ഭിന്ദ്രൻവാലയുടെ ചരിത്രം പറയുമ്പോൾ ഇന്ദിരയുടെ ഒരു പിഴവ് കൂടി ചൂണ്ടിക്കാണിക്കണം. അതിനവർക്ക് കൊടുക്കേണ്ടി വന്നതോ സ്വന്തം ജീവനും. പഞ്ചാബിൽ ശക്തി ആർജിച്ചുകൊണ്ടിരുന്ന അകാലിദളിനെ ചെറുക്കാൻ കോൺഗ്രസ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ഭിന്ദ്രൻവാല ഒടുവിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് വളരെ വിഘടനവാദപരമായ പ്രസംഗങ്ങൾ നടത്താൻ തുടങ്ങിയപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് അത് തലവേദന സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വേർപെട്ടുകൊണ്ട് സിഖുകാർക്ക് മാത്രമായി ഒരു പരമാധികാര രാഷ്ട്രം വേണമെന്ന ആവശ്യം 40കളിലും 50കളിലും ഉടലെടുത്തുവെങ്കിലും ആ കനൽ ഊതി ആളിപ്പടർത്തിയത് ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയായിരുന്നു. യുവാക്കളിൽ പലരുടെയും ആരാധനാപാത്രമായിരുന്നു ഭിന്ദ്രൻവാല. 1982 തന്റെ ആസ്ഥാനമായ ചൌക്ക് ഗുരുദ്വാരയിൽ നിന്ന് ആദ്യം സുവർണ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഗുരുനാനാക്ക് നിവാസിലേക്കും പിന്നീട് അതിനുള്ളിലെ അകാൽ തക്തിലേക്കും തന്റെ ആസ്ഥാനം മാറ്റുകയായിരുന്നു ഭിന്ദ്രൻവാല. ഒരർത്ഥത്തിൽ ഭിന്ദ്രൻവാല അവിടേക്ക് ബലം പ്രയോഗിച്ച് കടന്നു കയറിയത് കേന്ദ്രത്തെ ചൊടിപ്പിച്ചിരുന്നു. അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ISI സഹായത്തോടെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച് വൻ ഭീതിയായി ഭിന്ദ്രൻവാല മാറുന്നു. ഭിന്ദ്രൻവാലയുടെ രാഷ്ട്രീയ ഉന്മൂലനം തന്നെയായിരുന്നു സൈനിക ഇടപെടലിന്റെ പ്രഥമ ലക്ഷ്യം. ഒരു സൈനിക ഓപ്പറേഷൻ നടത്തി ഭിന്ദ്രൻവാല അടക്കമുള്ളവരെ ഉന്മൂലനം ചെയ്തില്ലെങ്കിൽ പഞ്ചാബിൽ സ്ഥിതി കൈവിട്ടു പോകും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി നിർണായകമായ ഈ തീരുമാനമെടുക്കുന്നത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് അനുമതി നൽകുന്നതും. ലഫ്റ്റനന്റ് ജനറൽ കുൽദീപ് സിംഗ് ബ്രാർ, ലഫ്റ്റനന്റ് ജനറൽ കൃഷ്ണസ്വാമി സുന്ദരംജി, ജനറൽ AS വൈദ്യ എന്നിവർക്കായിരുന്നു ആക്രമണത്തിന്റെ ചുമതല. 1984 ജൂൺ 1 ഗുരു രാംദാസ് ലങ്കർ എന്ന സുവർണ ക്ഷേത്രത്തിനുള്ളിലെ കെട്ടിടം ഇന്ത്യൻ സൈന്യം ആക്രമിക്കുന്നു. ഇതോടെ സൈന്യവും ഭിന്ദ്രൻവാല സംഘവും തമ്മിൽ ക്ഷേത്രത്തിൽ ശക്തമായ ഏറ്റുമുട്ടൽ. പഞ്ചാബിന്റെ അതിർത്തികളെല്ലാം അടയ്ക്കുന്നു. പഞ്ചാബിലുടനീളം കർഫ്യൂ നടപ്പിൽ വരുന്നു. പട്ടാളവും പാരാമിലിറ്ററി സേനകളും സുവർണ ക്ഷേത്രം വളയുന്നു. വെടിവെപ്പും ആക്രമണവും മാത്രമായിരുന്നു പഞ്ചാബിൽ ഉയർന്നത്. ഒടുവിൽ ആക്രമണത്തിൽ ഭിന്ദ്രൻവാലയും ജനറൽ ഷാബേഗ് സിംഗും അടക്കമുള്ള എല്ലാ ഭീകരവാദികളും കൊല്ലപ്പെട്ടു. ഭിന്ദ്രൻവാലയുടെ മൃതദേഹം ബന്ധുക്കളെത്തി തിരിച്ചറിയുന്നു. എന്നാൽ പിന്നീട് ഉയർന്നത് സിഖ് മതവിശ്വാസികളുടെ എതിർപ്പാണ്. ലോകമെമ്പാടുമുള്ള സിഖ് മതവിശ്വാസികളിൽ തങ്ങളുടെ പുണ്യസ്ഥലത്തിനുള്ളിൽ നടന്ന ഈ സൈനിക നടപടി ആഴത്തിലുള്ള മുറിവാണ് സൃഷ്ടിച്ചത്. ആ ഓപ്പറേഷന്റെ ആഘാതം പിന്നീടുള്ള വർഷങ്ങളിൽ ഇന്ത്യയിൽ സൃഷ്ടിച്ച കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല. ഈ പകയിൽ ഇന്ദിരയുടെ അംഗരക്ഷകരായ സിഖുകാർ ഇന്ദിരയെ വെടിവെച്ചു കൊല്ലുന്നു. വൻമരം വീണപ്പോൾ ഭൂമി കുലുങ്ങി. പിന്നെ രാജ്യം കടന്നുപോയത് കലാപത്തിലൂടെ. ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത ഏട്. എന്നാൽ തുടങ്ങിവെച്ച ഇന്ദിരയ്ക്കും ഒടുക്കാനായില്ല ഖാലിസ്ഥാനികളെ. ഇന്നിപ്പോൾ വീണ്ടും തലപൊക്കി രാജ്യത്തിന്റെ തലയ്ക്ക് മുകളിൽ വാളായി നിൽക്കുകയാണ് ഖാലിസ്ഥാനികൾ. രാജ്യത്തുണ്ടായിട്ടുള്ള പല സമരങ്ങളും കലാപത്തിലേക്ക് എത്തിക്കുന്നതിൽ ഖാലിസ്ഥാനികളുടെ ഇടപെടലുണ്ടായി. വിദേശത്തിരുന്ന് ഇന്ത്യയിൽ ഖാലിസ്ഥാനി വാദത്തിനായി പണം ഒഴുകുന്നു. പാക് ചാര സംഘടന ISIയുടെ ഒത്താശയിൽ ഇന്ത്യക്കുള്ളിൽ ഖാലിസ്ഥാനികൾ വേരുറപ്പിക്കാൻ പദ്ധതി മെനയുന്നു. സിഖ് വിശ്വാസികളിൽ വിഘടനവാദത്തിന്റെ വേരുപാകുന്നു. രാജ്യം ഭിന്നിപ്പിക്കാൻ പാക് ഒത്താശയിൽ ശ്രമം നടക്കുന്നു. ഖാലിസ്ഥാനി വാദത്തിന് ഒരന്ത്യമുണ്ടാകാതെ ഈ ഭീതി ഒഴിയില്ല. പാകിസ്ഥാനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ തകർക്കണം, അത് അവരുടെ എല്ലാ കാലത്തേക്കുമുള്ള ലക്ഷ്യമാണ്. പിന്നെ അതിന് ISISകാർക്കാണെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ ചതുർത്ഥിയ നശിപ്പിച്ചേ പറ്റൂ. ഈ ഭിന്ദ്രൻവാലയെ വളർത്തിക്കൊണ്ടുവന്നതാരാ? ഇന്ദിരയുടെ ടീം തന്നെയാണ്, ഇന്ദിരാഗാന്ധിയുടെ ടീം തന്നെയാണ്. ഒസാമ ബിൻ ലാദനെ വളർത്തിക്കൊണ്ടുവന്നതാരാ? പോട്ടെ, പാകിസ്ഥാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഭീഷണിയായിരിക്കുന്നത് ആരെ കൊണ്ടാണ്? അവര് വളർത്തിയെടുത്ത ഭീകരവാദികളും തീവ്രവാദികളും കാരണം തന്നെയാണ്. അപ്പോൾ വിതച്ചത് കൊയ്യുന്നതാര് തന്നെയാ? വിതയ്ക്കുന്നവര് തന്നെയായിരിക്കും. വാളെടുത്തവൻ വാളാൽ വരൂ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ വീണ്ടും ഇനി ഇന്ദിരാഗാന്ധിക്ക് പറ്റിയ തെറ്റ് നരേന്ദ്രമോദിക്ക് പറ്റാതിരിക്കണമെങ്കിൽ ജാഗ്രതയോടുകൂടി ഒരു ഓപ്പറേഷനിലേക്കാണ് പോകേണ്ടത്. തീർച്ചയായിട്ടും അജിത് ഡോവലിനും സംഘത്തിനും അത് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഈ മതഭീകരവാദികൾ ഈ ഭൂമുഖത്തെവിടെയുണ്ടെങ്കിലും അവിടെ സമാധാനമുണ്ടാകില്ല എന്നു മാത്രമല്ല,
അപരനെ കൊല്ലാനുള്ള അജണ്ടകൾ രക്തദാഹികളായ ഇവർ എങ്ങനെയും നടപ്പിലാക്കും. അതിനുവേണ്ടി അത്തരക്കാർ ഒരുമിച്ച് കൂടേണ്ടുന്ന സ്ഥലത്ത് ഒരുമിച്ച് കൂടുക തന്നെ ചെയ്യും. നമ്മുടെ നാട്ടിലെ PFIക്കാർ ISISകാരും അൽ ഖ്വയ്ദയും ബൊക്കോ ഹറാമും ഒക്കെയായി ഒരുമിച്ച് കൂടിയതുപോലെ. നന്ദി.